എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ സൂപ്പർ ഫൈനൽ ഇന്നാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലാണ് കലാശ പോരാട്ടം നടക്കുന്നത്. ആവേശ കിരീട പോരാട്ടത്തിന് കളമൊരുങ്ങവെ ഇന്ത്യയെ ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെറ്റ്സ് പരിശീലനം നടത്തുന്നതിനിടെ വിരാട് കോഹ്ലിക്ക് പരിക്കേറ്റെന്നാണ് വിവരം. കാൽമുട്ടിന് പരിക്കേറ്റ വിരാട് കോഹ്ലിക്ക് ഫൈനൽ നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. വിരാട് കോഹ്ലിക്ക് ഫൈനൽ നഷ്ടമായാൽ ഇന്ത്യക്കത് നികത്താനാവാത്ത വിടവാകുമെന്ന് ഉറപ്പാണ്. കോഹ്ലി ഇന്നും ഫോമിലാണുള്ളത്. സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ നിർണായക അർദ്ധ സെഞ്ചുറിയോടെ കോഹ്ലി കസറിയിരുന്നു. കോഹ്ലിക്ക് ഫൈനൽ മത്സരം നഷ്ടമാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഇന്ത്യൻ ആരാധകർ. കോഹ്ലിക്ക് ഫൈനൽ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായാൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയാവും? നിലവിൽ വിരാട് കോഹ്ലി 3-ാം നമ്പറിലാണ് കളിക്കുന്നത്. കോഹ്ലിക്ക് കളിക്കാൻ സാധിക്കാതെ പോയാൽ 3-ാം നമ്പറിലേക്ക് KL രാഹുലിനെ കൊണ്ടുവരാനാണ് സാധ്യത. മുൻ ഓപ്പണറായ രാഹുലിന് ആ റോൾ നന്നായി ചേരും. കോഹ്ലി കളിക്കുന്നതുപോലെ ഒരു വശത്ത് പിടിച്ചുനിന്ന് റൺസുയർത്താൻ രാഹുൽ മിടുക്കനാണ്. നിലയുറപ്പിച്ചാൽ വലിയ സ്കോറിലേക്ക് പോകാനും താരത്തിന് കഴിവുണ്ട്. സെമിയിൽ മികച്ച പ്രകടനത്തോടെ കസറാനും രാഹുലിനായിരുന്നു. ശ്രേയസ് അയ്യരാണ് നിലവിൽ 4-ാം നമ്പറിൽ. 3-ാം നമ്പറിലേക്ക് ശ്രേയസ് അയ്യരെ കൊണ്ടുവന്നാൽ ആ റോളിൽ മുന്നോട്ട് പോവുക പ്രയാസമായിരിക്കും. ഈ സാഹചര്യത്തിൽ ശ്രേയസ് അയ്യരെ 4-ാം നമ്പറിൽ നിലനിർത്തി KL രാഹുലിനെ ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. കോഹ്ലി സൃഷ്ടിക്കുന്ന ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കില്ല. എന്നാൽ കോഹ്ലിക്ക് കളിക്കാനാവാതെ പോയാൽ രാഹുലാണ് ആ റോളിൽ ഏറ്റവും മികച്ചവൻ. രാഹുൽ ടോപ്പ് ഓർഡറിലേക്ക് പോയാൽ ഫിനിഷറായി ഋഷഭ് പന്തിനെ വിളിച്ചേക്കും. എക്സ് ഫാക്ടർ താരമായ ഋഷഭ് പന്തിന് ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ കോഹ്ലിക്ക് പിന്മാറേണ്ടി വന്നാൽ ഋഷഭ് പന്തിനെ ടീമിലേക്ക് വിളിക്കാൻ നിർബന്ധിതരാവും. ഇടം കൈയനായ ഋഷഭ് വരുന്നത് ടീമിന് ഗുണകരമാവാനാണ് സാധ്യത. KL രാഹുൽ വിക്കറ്റിന് പിന്നിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഫൈനലിൽ ഇത്തരം പിഴവുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടുതന്നെ ഋഷഭ് പന്തിനെ കളിപ്പിച്ചാൽ കീപ്പറാക്കാനും സാധ്യതയുണ്ട്. വിരാട് കോഹ്ലി കളിക്കണമേ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന. കോഹ്ലിക്ക് കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി ഫൈനലിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, മുഹമ്മദ് ഷമി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. അപ്പോൾ ഇന്ന് ഫൈനലിൽ ഇന്ത്യ എത്ര വിക്കറ്റിന്റെ വിജയം ആയിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.